ഹായ്, ഗോകർണയിലെ വിഭൂതി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നത് നമ്മൾ. വിഭൂതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴിൽ ഭസ്മം എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ആ വാട്ടർഫാൾസ് അത്രയും പ്യുവറായിട്ട് വരുന്ന ഒരു വാട്ടർഫാൾസ് ആയിരിക്കും. അതാണ് വിഭൂതി വാട്ടർഫാൾസ് എന്നതിന് പേരിട്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് ഗോകർണയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ വരണം കേട്ടോ. 40 കിലോമീറ്റർ യാത്ര ചെയ്ത് നല്ല റോഡാണ്. 40 കിലോമീറ്റർ വന്നാൽ ഒരു കാടാണ്. നമുക്ക് ജസ്റ്റ് ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊരു 200 മീറ്റർ ഇതുപോലുള്ള സ്ഥലത്ത് കൂടെ കയറി മുകളിലേക്ക് പോകണം. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് വാട്ടർഫാൾസ്. കാട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ ഇതുണ്ടോ. 200 മീറ്റർ എന്നിട്ട് 200 കൂടുതൽ മീറ്ററായി. പക്ഷെ നല്ല വൈബോട്ടോ, അല്ല വെയിലൊന്നുമില്ല, നല്ല തണലാണ്, നല്ല സുഖമാണ് ഇങ്ങനെ. അപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊറ്റ കണ്ടുവരാണ്, കാരണം പുള്ളി ഓൾറെഡി കണ്ടതാണ്, പുള്ളി ഓൾറെഡി ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി ഓൾറെഡി കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. ശരി, ഞാൻ മാത്രം പോയി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബറാണോ ചോദിക്കുക, യൂട്യൂബറാണ്, ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ എടുത്തു തരും. എന്തായാലും അടിപൊളി. നമ്മൾ ഏകദേശം വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ആ വാട്ടർഫാൾസിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. വെള്ളം ഒലിച്ചു പോയി ആ ഭാഗത്താണ്. നമുക്ക് ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടെ നടന്നു പോകാനുണ്ട്. കണ്ടോ, 200 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 200 മീറ്ററിന് കൂടുതലായോ സംശയമുണ്ട്. കുറച്ച് നടക്കാനുണ്ട് ഇതിൽ. എന്താ പക്ഷേ ഒരുപാട് കോളേജ് പിള്ളേരൊക്കെ വരുന്നത്. എന്താ ഞാൻ നമ്മുടെ കൂടെ ഉള്ളൊരു കുറച്ച് പിള്ളേരെ കൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സിംഗിളാക്കി എടുപ്പിച്ച്, പിന്നെ കൂടുതലായിട്ട് എടുക്കാൻ പറയാൻ ഒരു മടി. ഇവരെ പരിചയപ്പെട്ടിട്ട് നമ്മളിവിടെ വന്ന ഇന്ത്യയിലേക്ക് കാണാൻ വന്ന ടൂറിസ്റ്റ് പരിചയപ്പെട്ടു. Where are you from? Germany. Germany. Yeah, Okay. Nice to meet you. How is this one? It's beautiful. Beautiful. Yeah, It's really awesome. Yeah, the fish are gonna eat your feet. Thank you very much. Thank you. Enjoy. Yeah, Take care. enjoy. അറ്റ് ലാസ്റ്റ് നമ്മൾ വാട്ടർഫാൾസിൻ്റെ സൈഡിലെത്തിട്ടോ. ഇതാണ് വാട്ടർഫാൾസ്. എൻ്റെ ബാക്കിൽ കാണാം കേട്ടോ. അടിപൊളി. നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്. ഈ ബോർഡറൊന്നും കാണേണ്ടി അങ്ങോട്ട് പോകാൻ പാടില്ല. അല്ലേ, ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ഒന്ന് കുളിക്കണം കേട്ടോ. കുളിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ താഴെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇത് ഭംഗിയല്ലേ കാണാൻ. നല്ല പളങ്ക് പോലത്തെ വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളം, ഏറ്റവും മനോഹരമായ വെള്ളം. മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിഞ്ഞിങ്ങനെ വരുന്നുണ്ടാ, നല്ല സ്റ്റൈൽ. അതാണ് ഇങ്ങനെ വിഭൂതി വാട്ടർഫാൾസ് പേരിട്ടത്. എന്തായാലും വെള്ളം നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം താഴേക്കൊന്നും ഒലിച്ചു പോകാത്ത രീതിയിൽ നല്ല ഒരു ഇതുണ്ട്. അത്ര വലിയ ഡേഞ്ചറൊന്നുമില്ല. നടുവിലൊരു കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. വിഭൂതി വാട്ടർഫാൾസ് അടിപൊളിയാട്ടോ, നല്ല സുഖമാണ്. പക്ഷെ ഇവിടെ വരുമ്പം കുളിക്കാൻ പാകത്തിൽ വരണം കേട്ടോ. നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കുളിക്കാൻ പാകത്തിൽ വരികയാണെങ്കിൽ നല്ലൊരു നല്ലതാട്ടോ. അവിടെ വന്നിട്ട് നമ്മൾ കുളിക്കണം, അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുള്ളൂ. നല്ല തളുത്ത പളുങ്ക് പോലത്തെ വെള്ളമാണ്, നല്ല അടിപൊളിയാണ് വിഭൂതി വാട്ടർഫാൾസ്. അപ്പം ഗോകർണ വരുമ്പം ഇത് മിസ് ചെയ്യാതെ കാണണം. ഓക്കെ.